വാർത്താ സമ്മേളനത്തിന്റെ സമയം മാറ്റിയിരിക്കുന്നു. 11 മണിക്കാണ് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ആ വാർത്താ സമ്മേളനം നീളുകയാണ്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഈ വെടിനിർത്തൽ കരാറിന് ശേഷം ഏതു തരത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ധാരണ ലംഘിച്ചുകൊണ്ട് ഫയറിംഗ് ഉണ്ടായത് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ നിരവധി ഷെല്ലുകൾ വർഷിച്ചതിൽ പലതും പൊട്ടാത്തവയാണ്, ഗുണനിലവാരമില്ലാത്തവയാണ് തുടങ്ങിയ ചില അനാലിസിസ് റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ്, വളരെ പ്രധാനപ്പെട്ട യോഗം നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും നമ്മുടെ സുരക്ഷാ സാഹചര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യുകയാണ്. ഈ അമേരിക്കൻ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടല്ലോ. അക്കാര്യത്തിൽ ഒരു സംശയ ദൂരീകരണം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഏത് തരത്തിലാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് എന്ന കാര്യത്തിലും കൂടുതൽ വിശദീകരണം ഇന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയല്ലേ? ഇന്നത് പ്രതിരോധ മന്ത്രാലയം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അക്കാര്യങ്ങൾ പറയാൻ സാധ്യതയില്ല. അത് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയേണ്ട അല്ലെങ്കിൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായത്, ഏത് രാജ്യമാണ് ഇടപെട്ടത്, ഏത് നേതാവ് ഇടപെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇടപെട്ടെങ്കിൽ അത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഒരു രണ്ട് രാജ്യങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സ്ഥിതിയിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഇടപെട്ടതാണോ, അതല്ല നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഈ കശ്മീർ പ്രശ്നം, പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിനൊക്കെ അടിസ്ഥാനം അതാണ്. ആ കശ്മീർ പ്രശ്നം പരിഹരിക്കാനും ഏതെങ്കിലും ഒരു രാജ്യം മധ്യസ്ഥത വഹിക്കാൻ പോകുന്നുണ്ടോ, മറ്റു കരാറുകളും ആ രാജ്യത്തിന്റെ മധ്യസ്ഥതകൾ വരാൻ പോകുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അതിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ്. അത് പക്ഷേ അങ്ങനെ ഒരു മറുപടി ഇന്നുണ്ടാവാനുള്ള ഒരു സാധ്യത കുറവ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴത്തെ നിലയിൽ നിശ്ചയിച്ചതുപോലെ പ്രതിരോധ മന്ത്രാലയമാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് എങ്കിൽ അതല്ല, പ്രധാനമന്ത്രി തന്നെ രാജ്യത്തോട് പറയുകയാണ്. അതായത് കഴിഞ്ഞ 80 മണിക്കൂറിലധികം നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന സംഘർഷത്തിൽ സംഭവിച്ചത് ഇന്ന കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഇനി ഏതൊക്കെ രാജ്യങ്ങൾ അതിൽ സമാധാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയെ ബന്ധപ്പെട്ടു, അതിലേതെങ്കിലും രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയാണ് പറയേണ്ടത്. അങ്ങനെ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയില്ല. അതല്ലാതെ അദ്ദേഹം ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്ത്, അതായത് ഇന്നലെ കേന്ദ്ര വക്താക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മൂന്നാമത്തൊരു കക്ഷി ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വീണ്ടും കോൺഗ്രസ് ഉൾപ്പെടെ ആ ചോദ്യമായി തന്നെ ഉന്നയിക്കുകയാണ്, മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടുണ്ടോ എന്ന്. അതേസമയം തന്നെ ട്രംപ് ഇതാ ഒരു പോസ്റ്റ്, ഞങ്ങളാണ് ഇങ്ങനത്തെ ഒരു ചരിത്രപരമായിട്ടുള്ള നിമിഷത്തിലേക്ക് തീരുമാനം എടുക്കാൻ ഞങ്ങൾ വലിയ പങ്കുവഹിച്ചു എന്നതിൽ അഭിമാനിക്കുന്നു എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ട് എക്സിൽ അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്യണം. അപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുള്ള അവകാശവാദത്തെ അതിന് നിഷേധിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതോ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു മറുപടിയിലായിരിക്കുമോ? ഇനി ഒരു പക്ഷേ വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ എന്തായാലും കേന്ദ്രം, ഇന്നല്ലെങ്കിൽ നാളെ. അമേരിക്ക ഇടപെട്ടിട്ടാണോ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായത് എന്ന ചോദ്യത്തിന് നേരെ അമേരിക്ക ഇടപെട്ടിട്ടാണ് എന്നോ അല്ല എന്നോ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നൊരു മറുപടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിശദീകരണം, ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് വിശദീകരിക്കലൊക്കെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ, ആ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളാണ് പറയേണ്ടത്. അത് ഇന്നുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ കൂടെ തന്നെ ചില പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ പാർലമെന്റ് വിളിച്ചു ചേർക്കണം, പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം നടത്തണമെന്ന ആവശ്യം ഉയർത്തി രംഗത്ത് വരുന്നുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ BRS ആണ്. BRS പറയുന്നു രാജ്യത്തെ സൈനികരുടെ ബഹുമാനിക്കുന്നു, അവരുടെ സേവനം രാജ്യത്തെ സംരക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് കേന്ദ്ര സർക്കാർ രാജ്യത്തോട് പറയണം. അതിന് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനവുമുണ്ട്. സച്ചിൻ പൈലറ്റാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നത്. അദ്ദേഹവും ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് രാവിലെ തന്നെ കോൺഗ്രസ് ചോദ്യങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് പുറമേയും കഴിഞ്ഞ ദിവസം CPM-ന്റെ രാജ്യസഭയിലെ പാർട്ടി നേതാവായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യമുണ്ട്. പാകിസ്ഥാനിലൊക്കെ 2-3 തവണ ഈ സമയത്ത് ചേർന്നു, ഇന്ത്യയിൽ ചേർന്നിട്ടില്ല. ജനങ്ങളോട് കാര്യം പറയണമെന്നുള്ളത്. ജനങ്ങൾക്ക് അറിയാനുണ്ട് കുറെ ചോദ്യങ്ങൾ, അത് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുമോ എന്നുള്ളതാണ്. ഇപ്പോഴെന്തായാലും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തെ കുറിച്ച് മാത്രമേ നമുക്ക് അറിവുള്ളൂ. കേന്ദ്ര സർക്കാർ ഒരു വാർത്താ സമ്മേളനം അതല്ലാതെ ശേഷം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെയുമുള്ള വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഡ്രോണുകൾ, ഷെല്ലിംഗ്, വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. അർദ്ധരാത്രിക്ക് ശേഷം കശ്മീർ അതിർത്തി പ്രദേശത്ത് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു. അത് അതിന് മുൻപ് പ്രയോഗിച്ചതാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും വിവരങ്ങൾ എല്ലാം ഉള്ളത്.